പക്ഷെ ഒരുപാട് ഫിഷ് അടിക്കാൻ പറ്റും. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഹാൻഡ് വെൽക്കം ബാക്ക് ന്യൂ വ്ലോഗ്. ഞാനിപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് വരുന്നത്. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുവൈറ്റിൽ നമ്മൾ ഫിഷിങ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് രാവിലെ ഇറങ്ങി ഇന്നൊക്കെ ഉണ്ട്, നമ്മുടെ 2 ചങ്ക്സ് ഉണ്ട്. ഓക്കെ, ചങ്ക്സുമായിട്ട് ഞങ്ങൾ പോകണം. നമ്മൾ റൂമിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന കാഴ്ചകളാണ് കാണിച്ചു തരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്. വാക്കിങ്ങിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. നമ്മളിപ്പോൾ കുവൈറ്റിൽ ഫിഷിങ് എങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇടുന്ന കടലിലാണ്. കടലിൽ നമുക്ക് അറിയില്ല എങ്ങനെ ഇടണമെന്ന്, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ലൈറ്റായിട്ട് വെള്ളം മേടിക്കുന്നുണ്ട്, കുറച്ച് പഴവും മേടിക്കുന്നുണ്ട്. രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല, അതുകൊണ്ടാണ്. ഏകദേശം ബീച്ചെത്താനായി. ഓക്കെ, കാണിച്ചു തരാം. ഇതാണ് സാൽമിയ. സാൽമിയ മറീന മാളാണിത്. ഓക്കെ, ഇത് ഗ്ലാസ് ബ്രിഡ്ജാട്ടോ. ഇതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. രാത്രിയിലത്തെ കാഴ്ച പറഞ്ഞാൽ അതിമനോഹരമായിരിക്കും. ഏകദേശം എന്താ മറീന ബീച്ചെത്തി. നോക്കിയാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് മറീന ബീച്ചുള്ളത്. രാവിലത്തെ കാഴ്ച കാണിച്ചു തരാട്ടോ, അടിപൊളിയാണ്. എന്തൊക്കെ പറഞ്ഞാൽ എത്താറാതുണ്ട്. കടല് പൊളി പറഞ്ഞാൽ പൊളി. കുറേ നാളിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരുന്നത്, ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത്. ഫ്രണ്ട്സൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്താണ്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ഇടാൻ അങ്ങനെ ചൂണ്ടിടാനൊന്നും അലോഡല്ല. അലോഡ് കുറച്ച് അപ്പുറത്തെ സൈഡാണ് അലോഡ്. അപ്പോൾ അങ്ങോട്ട് പോവാം. ഈ വഴിയാടെ വന്ന് മൊത്തം വലിയ വലിയ പാറകളാണ്. പക്ഷെ നമ്മൾ സ്പോട്ട് കറക്റ്റ് ഏകദേശം ആ ഭാഗത്താണ് നോക്കുന്നത്. പക്ഷെ തിര കൂടുതലാട്ടോ. നമ്മൾ പ്രതീക്ഷ തിര വളരെ കുറവായിരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷെ നല്ല തിരയുണ്ട്. എങ്കിലും വന്നതല്ലേ, ട്രൈ ചെയ്ത് നോക്കാമെന്നുണ്ട്. നോക്കാം. നമ്മളിപ്പോൾ ഇരയെ തീറ്റയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെമ്മീനാണ്. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെയ്യണ കാരണം കൊണ്ടാണ് നമുക്ക് അറിയില്ല ഇതിൻ്റെ റൂൾസും കാര്യങ്ങളൊന്നും. ഓക്കെ, ഏറെ ചൂണ്ട നമ്മൾ ഫെയിലായിരിക്കുകയാണ്, പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മളത് പൊട്ടിപ്പോയി. ഓക്കെ, ഇപ്പം ആകെ പ്രതീക്ഷയുള്ളത് ആകെപ്പാടെ ഇതിലാണ്. ഇപ്പം നമ്മുടെ ജിതേഷിൻ്റെ അതിഭയങ്കരമായ പ്രയത്നത്തിലൂടെ നമുക്ക് ഇര കോർക്കുന്ന വിഷ്വൽസ് കാണാം. നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റ് ചെറുതായി ഫെയിലായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ തീറ്റ മൊത്തം വലിച്ചുകൊണ്ട് പോയി. ഇനിയിപ്പോൾ അടുത്ത രണ്ടാമത്തേന്. ഓക്കെ, പോട്ടെ 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 മെല്ലെ മെല്ലെ. അയ്യോ, റെഡി. നമ്മുടെ ഇപ്പൊ 5ാമത്തെ മീനാണ്. ഇതൊക്കെ എന്തേന്ന് നോക്കി. നാളെ നമ്മൾ ഇതിനെക്കാട്ടി അത് ചാടി ചാടി വിട്ടു കുഞ്ഞിതാണ്. അതെ, കുഞ്ഞിതാണ്. തലക്ക് പ്രത്യേക മീനാട്ടോ. നോക്കിയേ, ഒരു സ്പെഷ്യലാണ്. നോക്കി അതിൻ്റെ വരയും ഡിസൈനൊക്കെ നോക്കി അടിപൊളിയുണ്ട്. കടലിൽ കയറിയിട്ടോ. നോക്കി നേരത്തെ ഒന്നും വരില്ല. നോക്കി ആ കടലിൽ കയറിയത് പടക്കുന്ന മീന് കണ്ട മക്കളെ കണ്ട മീനോടെ നമ്മളൊരു ഫിലിപ്പിനി ബ്രോ ഉണ്ട്. നോക്കി നല്ല കാസ്റ്റ് ചെയ്യുന്നുണ്ട്. നോക്കി, വാവ്, യാ ഹായ് ബ്രോ, ഗുഡ്. ഇതാണ് അവൻ്റെ. നോക്കി, വാവ്, മാഷാഅല്ലാ മാഷാഅല്ലാ. ഓക്കെ, കാസ്റ്റിംഗ്. അയ്യോ ഇൻഷാല്ലാ അമൂർ, മാഷാഅല്ലാ മാഷാഅല്ലാ. ഓക്കെ, അത് കാസ്റ്റ് ചെയ്യാണ്. ഓ, هذا بركينج لور، هذا بركينج. بركينج كينج. شوف هذا على الانترنت، هذا بركينج كينج. ايوه, هذا وين؟ ജപ്പാൻ. നമ്മുടെ മച്ചാന്മാരവിടെ മീൻ പിടിക്കുന്നുണ്ട്. അവിടെ എന്താണ് നമ്മൾ പക്ഷേ
വലിയ സെറ്റപ്പ് ആയിട്ടൊന്നുമല്ല വന്നത്. നമ്മളെ നാട്ടിലത്തെമാര് ചെറിയ ചൂണ്ടലും കാര്യങ്ങളായിട്ടാണ് വന്നത്. വലിയ കാസ്റ്റ് ചെയ്യുന്ന രീതിയിലും വലിയ സെറ്റപ്പൊന്നുമല്ല, ചെറിയ രീതിയിലാണ്. പക്ഷേ നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ, നമ്മളിങ്ങനെ കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. നോക്കിയേ, നമുക്ക് ചറ പറന്നാണ് മീൻ പിടിക്കുന്നത്. ഓക്കെ ഇല്ല, എത്രയായി, എന്തായി കാര്യങ്ങളെന്തായി വിദേശ്? വാ നോക്കേ, ഒന്നൊന്ന് തുടങ്ങി നമ്മളിപ്പോൾ ഒരു ചാകര തന്നെ ആയിട്ടുണ്ട്. നോക്കി, അടിപൊളി അടിപൊളി. ഓ മൈ ഗോഡ്, മിസ്സായി. കിട്ടുന്നത് അതാണ്. നോക്കി, ഒരു മീൻ, ഒരു വടി തൊണ്ടിയെടുത്ത് തരാം. മീൻ ഇതാ, മീനെടുക്കണം. നമുക്ക് ഇതാ എല്ലാം കഴിഞ്ഞു കേട്ടോ, മീൻ പിടുത്തം കഴിഞ്ഞു. നോക്കിയേ, മീൻ കിട്ടിയത് കലക്കണം. മീനൊക്കെ പിടിച്ചു, മീനെ കാണിച്ചെന്നില്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു വ്ളോഗാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിപ്പോൾ നിൽക്കുന്ന കറക്റ്റ് സാൽമിയ മറീന ബീച്ചുണ്ടോ, മറീന ബീച്ചിൻ്റെ എങ്കിലും എന്താ പറയുക, നമുക്ക് പറ്റുന്നത് ഒന്ന് ചെറിയ ചുമ്മാ ട്രൈ ചെയ്തു, എൻ്റർടൈൻമെൻറ്റ് രീതിയിലാണ് ചെയ്തു. ഇത്രയും കിട്ടി. ഓക്കെ, അതാ മീൻ കാണിച്ചെന്നില്ലേ, അതാണ്. ഓക്കെ ഓക്കെ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാമെന്ന് പറഞ്ഞ് സൈനിങ് ഔട്ട് ആൻഡ് ബിഡിങ്.